അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാനിൽ നിന്നുള്ള ചാരനെ അതിർത്തിയിൽ BSF ജവാന്മാർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതാണ് ഇപ്പോഴത്തെ ദേശീയ വാർത്തകളിലെ പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിലേക്ക് വരാം. എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ അമ്മയെയും കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബന്ധുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. വിജിത വിവരങ്ങളുമായി ചേരുന്നു. വിജിത, എല്ലാ മാധ്യമങ്ങളും ഈ സംഭവത്തിൽ അടുത്ത ബന്ധു എന്നല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ എന്ന് തന്നെയാണ്. അതല്ല എന്നാണോ? എന്താണ് അടുത്ത ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ പ്രതിക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി എന്ന് പറയുന്നത്. എന്തായാലും പുത്തൻകുരി ഈ പ്രതിയെ വിശദമായി ഇനി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഈ കുട്ടിയുടെ അമ്മ സന്ധ്യയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. എന്തായാലും അത്തരം നടപടികളിലേക്കെല്ലാം കടക്കാൻ ഒരുങ്ങുകയാണ് പുത്തൻകുരിശ് പോലീസ്. എന്തായാലും 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ്. ഇനി അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ അടക്കം സന്ധ്യയെ ചോദ്യം ചെയ്ത സമയത്തെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ ഈ പ്രതിയുടെയാണ് സഹോദരന്റെ ആണെങ്കിലും ഈ സന്ധ്യയുടെയും മൊഴി എടുത്തു നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കാരണം അമ്മ ഇക്കാര്യത്തിൽ കൃത്യമായി ഒരു ഉറപ്പോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യം പറയുന്നില്ല. ഈ കുട്ടിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്ന് അച്ഛന്റെ സഹോദരൻ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ആ കാര്യം അറിയില്ല എന്നാണ് സന്ധ്യ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസ്യതയിൽ എടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഈ പ്രതിയെ അച്ഛന്റെ സഹോദരനെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നതും ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകുന്നതും. എന്തായാലും ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. ഇനി കൃത്യമായ ഒരു ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ് കടക്കും. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ വീട്ടിലെത്തി അങ്ങനെയുള്ള നടപടികളിലേക്കെല്ലാം തന്നെ പോലീസിന് കടക്കാൻ തന്നെയാണ് തീരുമാനം. ഒരിക്കലും ഈ കുട്ടിയുടെ അച്ഛന്റെ ബന്ധു എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാരണം അച്ഛന് 2 സഹോദരന്മാരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഇളയ സഹോദരനാണ് ഇത്തരത്തിൽ. തിരികെ വരാം. വിജിതയെയും അതേപോലെ തന്നെ ഈ ദൃശ്യങ്ങളെയും പൂർണ്ണ രൂപത്തിൽ സ്ക്രീനിൽ കാണിക്കുക. കാരണം സ്ക്രീനിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ബന്ധു എന്നാണ്. അടുത്ത ബന്ധു അല്ല, മറിച്ച് അച്ഛന്റെ സഹോദരൻ എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ അത് കാണിക്കേണ്ടിയിരിക്കുന്നു. തുടരുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയെ ഇനി വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കൊണ്ടുപോവുകയാണ്. കൃത്യമായി ഈ അമ്മയെയും കുട്ടിയുടെ അമ്മ സന്ധ്യയെയും അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ഈ പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇനി അടുത്തതുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു കേസിൽ എങ്ങനെയാണ് ബന്ധമുള്ളത്, ഈ സന്ധ്യയ്ക്ക് ഈ ഒരു കേസുമായി പീഡന കേസുമായി ബന്ധമുണ്ടോ? നിലവിൽ സന്ധ്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലപാതകം, കുട്ടിയെ ഈ ഒരു പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ള ഒരു കാര്യത്തിൽ, കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യത്തിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് തമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതി പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലുകളിലേക്ക് 2 പേരെയും ഇരുത്തി വളരെ ഇഴകീറി പരിശോധിച്ചെല്ലാം തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി വിജിത. സംസ്ഥാനത്ത് കാലവർഷം എത്തി. കാലവർഷത്തിൽ വ്യാപകമായ കെടുതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ 2 പേരെ കാണാതായിരുന്നു. ഇതിൽ തിരച്ചിലിനൊടുവിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അനീഷ് ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആരുടെ മൃതദേഹമാണ് കണ്ടെത്തിയ വ്യക്തിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഒരാളുടെ കൂടി അദ്ദേഹത്തെ ജീവനോടെ